മാർത്തോമാരെ സിദ്ധാവെ, വന്യനായ മനക്കര കായലച്ചൻ, ബർസാർ സുബിനച്ചൻ, എന്നോടൊപ്പം വിരമിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, ഞങ്ങൾക്ക് മുന്നേ ഇവിടെ നിന്ന് പടിയിറങ്ങിപ്പോയ ഒരു ശ്രേഷ്ഠരെ, അവരുടെ കുടുംബാംഗങ്ങളെ, എൻ്റെ സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, അനധ്യാപകരെ, പ്രിയപ്പെട്ട സുബിനച്ചനോട് സ്വാഗതം ആശംസിച്ചപ്പോൾ പറഞ്ഞു ഇതൊരു ദുഃഖകരമായ ദിവസമാണ്. ശരിയാണ്, എനിക്കും അങ്ങനെ തോന്നുന്നു. ഇവിടെ അണിയിച്ചൊരുക്കി വെച്ചിരിക്കുന്ന ഈ പൂക്കൾ, ഇവിടെ മൗനം കനന്തിങ്ങിയിരിക്കുന്ന ഈ സദസ്, നിശബ്ദത തളം കെട്ടി കിടക്കുന്ന ഈ ഒരു അന്തരീക്ഷം, കറുത്ത കോട്ടിട്ട കേറ്ററിംഗ് വിഭാഗം, പിന്നെ ഇപ്പൊ തന്നെ ലീലാം ടീച്ചർ പറഞ്ഞു ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ദൈവദൂതന്മാരെ പോലെ വല്ലാതെ ഭയം തോന്നുന്നു. ഇരുട്ടും നക്ഷത്രങ്ങളുമില്ലാത്ത, ഇരുട്ട് വീണ് കിടക്കുന്ന നക്ഷത്രങ്ങളില്ലാത്ത ഈ കറുത്ത യാമത്തില് ഏതോ ഇരുൾ ചിറകുകൾ ഞങ്ങളെ വന്ന് പൊതിയുകയാണ്. ഒരു യാത്രയും സമ്മേളനമായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. ഇപ്പോ അഭിവന്ദനായ തിരുമേനി, ആദരണീയനായ പ്രിൻസിപ്പൽ അച്ഛനും സുബിനച്ഛനും എല്ലാം കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ കഷ്ടപ്പെടുകയാണ്. ഞങ്ങൾക്ക് വേണ്ടിയുള്ള വാക്കുകൾ പരിധിപ്പറ്റി എന്ത് പറയും ഞങ്ങളെ കുറിച്ച്. ഇന്നലെയാണെങ്കിൽ തിരുമേനി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ യാത്രയായതിന് കുറച്ചേ പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ തിരുമേനിക്ക് എത്ര വർഷമായിട്ട് എന്നെ അറിയാം, എന്നിട്ട് ഇത്രയും കുറച്ച് വാക്കുകളെ എന്നെ കുറിച്ച് പറയാനുള്ളൂ. അപ്പൊ ഇന്ന് വളരെ വിശാലമായി പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. ഒത്തിരി എന്നെ മനസ്സിലാക്കിയതായിട്ട് എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നമ്മൾ ആരാണെന്ന് നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതൊക്കെ പോട്ടെ, ഞാൻ ഇനി കാര്യത്തിലേക്ക് കടക്കുകയാണ്. ജീവിതം ചിലപ്പോൾ കാണുന്ന സ്വപ്നങ്ങളുടെ ഒരു സഫലതയായിരിക്കും, ചിലപ്പോൾ യാദൃച്ഛികതകളുടെ ഒരു കടന്നുവരവായിരിക്കും, ചിലപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിക്കുഴഞ്ഞു ആകാം. ഏതാണ്ട് 10 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി അവളുടെ മാതാപിതാക്കളുടെ കൈയും പിടിച്ച് മാറിവാനിയോസ് എന്ന വിസ്തൃതമായ കലാലയത്തിന്റെ പിന്നാമ്പുറത്തെ മുറ്റത്തുകൂടി പോക്കുവയിൽ വീട് കിടക്കുന്ന ഒരു സായാഹ്നത്തിൽ മണൽ വിരിച്ച ആഠ്യത്വവും ലീനത്വമുള്ള മനോഹരമായ ഈ മുറ്റത്തുകൂടി എനിക്ക് തോന്നുന്നു വാഗമരങ്ങൾ പൂവിരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നഗരം കാണാൻ ഇറങ്ങിയതാണ് ആ പെൺകുട്ടി അവളുടെ മാതാപിതാക്കളോടൊപ്പം. ആ പെൺകുട്ടിയാണ് ഞാൻ. അന്ന് ഈ കലാലയത്തിന്റെ പിന്നാമ്പുറത്ത് കൂടി നടന്നുപോയ എനിക്ക് കാലപ്രവാഹത്തിൽ ഇതിന്റെ ഭൂമുഖത്തേക്ക് കടന്നു വരുവാനും, ഇതിന്റെ ഇടനാഴികളിലൂടെ സഞ്ചരിക്കുവാനും, ഇതിന്റെ ക്ലാസ് റൂമുകളിൽ വ്യാപരിക്കുവാനും, ഇതിന്റെ ജീവശ്വാസത്തിൽ അലിഞ്ഞു ചേരുവാനും അവസരം തന്ന അഭിവന്യ പിതാക്കന്മാരായ കർദിനാൾ പിതാവിനോടും എറേനിയസ് പിതാവിനോടും ഞാൻ നന്ദി അറിയിക്കുന്നു. എൻ്റെ സേവനകാലം ഈ മാറിവാനിയോസ് കോളേജിൽ ആരംഭിക്കേണ്ടതായിരുന്നു. പക്ഷേ വിധി വൈപരീത്യം കൊണ്ട് എനിക്കതിന് സാധിച്ചില്ല. എന്നാലും സംവത്സരങ്ങൾക്ക് ശേഷം ഏതാനും വർഷത്തേക്കെങ്കിലും ഇവിടെ കടന്നു വരുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഈ ചരിത്രപ്രസിദ്ധമായ സരസ്വതി ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലെ ഒരു ഭാഗമാകാനും എനിക്ക് സാധിച്ചു. ഞാൻ വലുതുകാലം വെച്ചിവിടെ വന്നപ്പോഴേ PG കോഴ്സ് ഇവിടെ ആരംഭിക്കുകയും എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞിട്ട്
എനിക്കിവിടെ നിന്ന് വിടവാങ്ങാനുള്ള ഭാഗ്യവും ഉണ്ടായി. ഇനി ഞാൻ കുറച്ച് നന്ദി വാക്കുകൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന് കവി എഴുതി വച്ചിട്ടുണ്ട്. നന്ദി ചൊല്ലി തീർക്കുവാൻ ഈ ജീവിതം പോരാ എന്നും ഗാനമുണ്ട്. ആരോടാണ് നന്ദി പറയേണ്ടത്? അമ്മയുടെ ഗർഭപാത്രം മുതൽ പരിപാലിച്ച് കാത്തു സൂക്ഷിച്ച ദൈവത്തിനോടോ, 10 മാസം ചുമന്ന ഗർഭപാത്രത്തിനോടോ, ജനനത്തിന് കാരണഭൂതനായ പിതാവിനോടോ, പ്രഭാതം പൊട്ടിവിരിയുമ്പോൾ മുതൽ വെളിച്ചവും കരുത്തും ഊർജവും ജീവനും തന്ന് കാത്തു പരിപാലിക്കുന്ന പ്രകൃതിയോടോ, അതോ എനിക്ക് വേണ്ടി ദൈനംദിനം പ്രവർത്തിക്കുന്ന എൻ്റെ സഹജീവികളോടോ, ആരോടൊക്കെയാണ് ഞാൻ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ ജീവിതം തന്നെ ഒരു കൃതജ്ഞതയായി സമർപ്പിച്ചാൽ എന്താണ്? അതാണ് ഏറ്റവും പ്രസക്തമെന്ന് തോന്നുന്നു. ഈ ജീവിതം തന്നെ ഒരു കൃതജ്ഞതാ സമർപ്പണമായി തീരട്ടെ. എങ്കിലും ഔപചാരികമായ ചില നന്ദി വാക്കുകൾ ഈ നിമിഷം ആവശ്യപ്പെടുന്നുണ്ട്. മണ്ണിൽ ഹരിശ്രീ കുറിക്കാൻ പഠിപ്പിച്ച ഗുരുനാഥ, അവിടെ മുതൽ ഇങ്ങോട്ട് വിശ്രുതമായി ഈ കലാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും വരെ അനുഗ്രഹാശിസുകൾ കൊണ്ട് കൂടെ നടന്ന ഗുരുഭൂതർ, അഭിമന്യരായ ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിച്ച അഭിമന്യരായ പിതാക്കന്മാർ, അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിലേക്ക് എന്നെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് യാത്രയാക്കിയ യശശരീരനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് പിതാവ്, തുടർന്ന് വന്ന അഭിമന്യരായ പിതാക്കന്മാർ, വൈദികർ, അഞ്ചൽ കോളേജ് മുതൽ ഞാൻ നിരവധി പ്രിൻസിപ്പൽമാരോടൊപ്പം ജോലി ചെയ്തിട്ടുണ്ട്. അതിൽ കുറെ പേരൊക്കെ കാലയവനികയിൽ മറഞ്ഞുപോയി. ഇവിടെ ഡോക്ടർ നയനാന്തരയുടെ ചിരിപ്പുണ്ട്. കോളേജിൽ കയറി വർഷങ്ങളോളം അപ്രൂവലുമില്ല, ശമ്പളവുമില്ല, അലഞ്ഞു തിരിഞ്ഞ് വിവശയായി നടക്കുന്ന സമയത്ത് സ്നേഹത്തോടെ എന്നെ അടുത്ത് വിളിച്ച് എന്താണ് വിഷമം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സങ്കടങ്ങൾ കേട്ടിട്ട് വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ അപ്രൂവലിന് വേണ്ടിയുള്ള ചുവടുകൾ എടുത്തത് കരകനച്ചൻ്റെ മുമ്പിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എന്നെ അംഗീകരിക്കുകയും എൻ്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്ത എല്ലാ പ്രിൻസിപ്പൽമാരെയും ഞാൻ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയുമാണ് ഓർക്കുന്നത്. മാറിവാനിയോസ് കോളേജിലേക്ക് കടന്നു വന്നപ്പോൾ പ്രിയപ്പെട്ട മാത്യു ശ്രീയാൻ സാറ്, തുടർന്ന് വന്ന ഡോക്ടർ ജിജി തോമസ് അച്ഛൻ എൻ്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും എനിക്ക് വേണ്ട ആദരവുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ സ്നേഹത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഈ കലാലയത്തിൽ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ആദരണീയരായ വൈദികര് എന്നോട് ഒരു സ്നേഹം നിറഞ്ഞ പുഞ്ചിരിയോ ഒരു വാക്കോ എനിക്ക് ഓരോ ദിവസവും സമ്മാനിച്ച് എൻ്റെ ജീവിതത്തെ മനോഹരമാക്കി തീർത്ത എൻ്റെ പ്രിയമുള്ള സഹപ്രവർത്തകര്, ഓഫീസിൽ എന്നോട് സൗഹാർദ്ദത്തോടെ പെരുമാറിയ അനധ്യാപക സുഹൃത്തുക്കൾ, ഇവിടെ ഏറ്റവും താഴെ ഉള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ജീവനക്കാർ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഇവരെ എല്ലാം ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഫ്രഞ്ചും ഹിന്ദിയും മലയാളവും സ്ത്രീക്കും എല്ലാം ഒരുമിച്ച് ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ പങ്കിടുന്ന സൗഹൃദം, അവരെന്നോട് കാണിച്ച സ്നേഹം, ഈ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് എനിക്ക് തന്ന അനിർവചനീയമായ കരുതലും വാത്സല്യവും ബഹുമാനവും ആദരവും എല്ലാം നന്ദിയോടെ ഞാൻ ഈ സമയം ഓർക്കുകയാണ്. ഇനി സർവോപരി എൻ്റെ ഭാഷയാണ്. അഭിമന്യ കാതോലിക്ക ബാബ തിരുമനസ് കഴിഞ്ഞ മാറിവാനിയോസ് ദിനത്തിൽ
പട്ടം കത്തീഡ്രലിൽ സംസാരിക്കുമ്പോൾ വിദേശീയനായ ഒരു ബിഷപ്പിന്റെ അടുത്തിരുന്ന് അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിച്ചിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് ലാംഗ്വേജ് മാറ്റാൻ തയ്യാറായപ്പോൾ പറയുകയാണ്, ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഇൻ മലയാളം, ദ ലാംഗ്വേജ് ഓഫ് ഏഞ്ചൽസ്. അതെ, ഞാൻ മാലാഖമാരുടെ ഭാഷയിലാണ് ഇത്രകാലവും സംസാരിച്ചത്. മാലാഖമാരുടെ ഭാഷയാണ് എനിക്ക് അന്നം തന്നത്, എൻ്റെ മാതൃഭാഷ. അത് മരിക്കാതിരിക്കട്ടെ, അത് ജീവനിട്ട് കടൽ കടന്ന് ഭൂമിയുടെ അതിർത്തികളോട് അതെന്നും ജീവിക്കട്ടെ. അതിന് ആദരവും ബഹുമാനവും നിറഞ്ഞ വൈകാരികതയും കിട്ടട്ടെ. എനിക്ക് എല്ലാ നേട്ടങ്ങളും തന്ന ഈ ഭാഷയിലൂടെ എനിക്ക് എൻ്റെ കുടുംബം ഭദ്രമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഈ ഔദ്യോഗിക വൃത്തിയിലൂടെ. എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ കർമ്മങ്ങളുടെ സഫലത എന്ന് പറയുന്നത് എനിക്ക് ഈ ജീവിതയാത്രയിലൂടെ ഒരുപാട് സുഹൃത്തുക്കളെ നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ എന്നോട് വിദ്വേഷമുള്ളവരെ ആയിരിക്കും എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്, സ്നേഹിതരെ ആയിരിക്കും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഇതൊന്നുമല്ല എൻ്റെ കർമ്മത്തിന്റെ സഫലത. ഈ ജീവിതകാലം കൊണ്ട് ഒരു മനുഷ്യനെയെങ്കിലും രൂപീകരിക്കാൻ എൻ്റെ പ്രവർത്തനത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് എൻ്റെ അധ്വാനത്തിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോടൊപ്പം വിരമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട 2 സുഹൃത്തുക്കളുണ്ട്. ജോർജ് മാത്യു സാർ, മനക്കരക്കാവിലെ അച്ഛനാന്ന് തോന്നുന്നു പറഞ്ഞത്, സാറിന്റെ മുഖത്ത് നോക്കി അറിയേണ്ട ഒന്നുകൂടെ നോക്കാൻ തോന്നുന്നു. ഞാൻ പറയുന്നു, ഒന്നുകൂടെ നോക്കാൻ തോന്നുകയില്ല എന്ന്. കാരണം നമ്മൾ നോക്കിയാലും തിരിഞ്ഞ് മുഖത്തോട്ട് നോക്കുകയില്ല. പിന്നെ നമ്മൾ നിർബന്ധിച്ച് നോക്കിപ്പിച്ചേ അടങ്ങൂ എന്നും പറഞ്ഞു പോയാൽ നോക്കും, വശ്യമായൊരു മന്ദഹാസം തരും. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് മനസ്സിലായി, അത് കരിമ്പിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച മധുരമല്ല, അത് റോസപ്പൂവിനുള്ളിലെ തേനാണ്. വളരെ വളരെ സ്നേഹവായ്പുള്ള, വളരെ നിഷ്കളങ്കമായ ഒരു മനസ്സും ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഈ കൃത്രിമ ഗൗരവം നടിച്ച് ഇവിടെ ഇങ്ങനെ നടക്കുന്നത്. പിന്നെ ലീലാം ടീച്ചറിന് 33 വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ എനിക്കുണ്ട് 33 വർഷത്തെ സർവീസ്. കോളേജിൽ 24 വർഷം തന്നെ ഉള്ളൂ. ഞാൻ പൂമ്പാറ്റകളെ പോലെ പറന്നെടുക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ ലീലാം ടീച്ചർ കലാലയത്തിൽ വലിയ പിള്ളേരെ പഠിപ്പിക്കുക. ഞങ്ങൾ രണ്ടും ഒന്നേ സുഹൃത്തുക്കളാണ്. അന്ന് മുതൽ ഇന്നോളം ലീലാം ടീച്ചറെ ഞാൻ അടിക്കാൻ ചെല്ലും, വഴക്ക് പറയും, ശകാരിക്കും, ഒക്കെ ചെയ്യും. പക്ഷെ ഒരു സ്നേഹം, വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സ്നേഹം ഞങ്ങൾക്കിടയിൽ, ഒരാത്മബന്ധം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴെങ്ങാണ്ട് PhD എടുത്താൽ മതിയായിരുന്നു. ഇന്ന് ലീലാം ടീച്ചറുടെ PhDയെ പരാമർശിച്ച് എല്ലാവരും സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു പർപ്പസായിട്ട് ഇന്ന് തന്നെ പോയി എടുത്തോണ്ട് വന്നതാണ്.